എന്നോട് മനുഷ്യനൊരു ആമുഖം, സമുദ്രശില എന്ന നോവലുകൾക്ക് ശേഷം പുതിയൊരു നോവൽ എന്നുണ്ടാകും എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരോട് ഞാൻ പറയുന്നത്, എനിക്ക് ഒരു നോവൽ കൂടി എഴുതണമെന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മരിക്കണം എന്നുണ്ട് എന്നാണ്. മാർക്കേസ്, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ലാറ്റിൻ അമേരിക്കയിൽ നടത്തിയ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ, സാഹിത്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയ ഒരു രചനയെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു രചനാ മത്സരമാണ്. തനിക്ക് ആരായിത്തീരണം എന്നുള്ള ആഗ്രഹത്തെപ്പറ്റി എഴുതാനാണ് കുട്ടികളോട് നിർദ്ദേശിക്കപ്പെട്ടത്. അതിൽ സമ്മാനം കിട്ടിയ കുട്ടിയുടെ രചനയെ മാർക്കേസ് ഓർത്തു പറയുന്നത് ഇങ്ങനെയാണ്. ആ കുട്ടി എഴുതിയൊരു പെൺകുട്ടിയാണ്, എനിക്ക് ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിലെ ഒരു ഡോക്ടറായിത്തീരണം, അവിടെ മരിക്കുന്ന ഓരോ രോഗിയോടൊപ്പവും എനിക്കും മരിക്കണം എന്നാണ്. ആ 2 വരി എഴുത്തിനാണ് മാർക്കേസ് സമ്മാനം കൊടുത്തത്. നിഷ്കളങ്കമായൊരു പ്രാർത്ഥനയാണത്. ഡോക്ടറായി തീരുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. സമൂഹം നമ്മുടെ മക്കളെ മുഴുവൻ ഡോക്ടറാക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിഗൂഢമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് രോഗികൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം നമ്മുടെ മക്കൾക്ക് പിഴച്ചു പോകണമെങ്കിൽ ഒരു ഡോക്ടറിന് 100 രോഗിയെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് എൻ്റെ മകനും നിൻ്റെ മകനും അപ്പുറത്തെ ചേച്ചിയുടെ മകനും എല്ലാ മക്കളും ഡോക്ടറാകുമ്പോൾ അവരുടെ ചുറ്റും 100 രോഗികൾ വീതം ശരാശരി വേണം എന്നുള്ള പ്രാർത്ഥന നമ്മളറിയാതെ ദൈവത്തിൻ്റെ മുമ്പിൽ, പ്രകൃതിയുടെ മുമ്പിൽ നീട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് രോഗികളുടെ എണ്ണം ഇത്രയധികം കൂടുന്നത്. നമ്മുടെ മക്കൾക്ക് പിഴച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൽവക്കക്കാരൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളായേ മതിയാകൂ എന്നുള്ള പ്രാർത്ഥന അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഓർത്തത്, ആ പ്രാർത്ഥന കണക്ക്, മാർക്കേസിന് സമ്മാനം കൊടുത്ത ആ കുഞ്ഞിൻ്റെ രചനയുടെ ആ പ്രാർത്ഥന കണക്ക് എനിക്ക് എൻ്റെ ഓരോ വായനക്കാരൻ്റെ ഒപ്പം ജീവിക്കണമെന്നും ഓരോ വായനക്കാരൻ്റെ ഒപ്പം മരിക്കണം എന്നും കഠിനമായ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളൊരു സുഭാഷിതം കൂടി മരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ എഴുതി തുടങ്ങിയതും എഴുതിക്കൊണ്ടിരിക്കുന്നതും. മഹാത്മാഗാന്ധിയെപ്പറ്റി ധാരാളം എഴുതപ്പെട്ടുള്ള ഒരാളാണ്. ലോകത്തെ ഏറ്റവും അധികം എഴുതപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി തന്നെയാണ്. ഇന്ത്യയിൽ വിശേഷിച്ചും ഇന്ത്യക്ക് പുറത്തു മനുഷ്യനെപ്പോലുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ അത്ഭുതാതരങ്ങളോടെ നോക്കിയിട്ടുള്ള ഒരു ആത്മാവാണ് നമ്മുടെ മഹാത്മാവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ മഹാത്മാവിനെ പറ്റി ഒരു ചെറുകഥ ഞാൻ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറുകഥ എഴുതുമ്പോൾ, അതും ഗാന്ധിജിയെ പറ്റിയാകുമ്പോൾ അത് ഇക്കാലം അത് വേണ്ട വിധത്തിൽ വായിക്കപ്പെടുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഗാന്ധിജിയെ പറ്റി ഇപ്പോൾ ആര് വായിക്കും? ആർക്കും വേണ്ടാത്തൊരു മകനെ പോലെ എൻ്റെ കുഞ്ഞ് അനാഥനായി നടക്കുന്നത് കാണേണ്ടി വരുമോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ആ പുസ്തകം ഇറങ്ങി ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ 5000 കോപ്പികളാണ് വിൽക്കപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ വെറുതെ നിന്നാൽ ഏറ്റവും കൂടുതൽ ഒപ്പിട്ട് വാങ്ങുന്ന പുസ്തകം മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള പുസ്തകമാണ് എന്നുള്ളത് എനിക്ക് അത്ഭുതകരമായ കാര്യമാണ്. അതിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു ഈ ജ്ഞാനസ്നാനം എഴുതിയതിൻ്റെ പേരിൽ അവരെന്നെ ആദരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആമുഖ സംഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞു, അദ്ദേഹം കെമിസ്ട്രിയാണ് പഠിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഉപ്പിനെപ്പറ്റി സുഭാഷ് ചന്ദ്രനകത്ത് നിരീക്ഷിച്ചിട്ടുള്ള സംഗതി അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിൽ പോലും അതിനെപ്പറ്റിയുള്ള ശാസ്ത്രസത്യം ഞാൻ പറയാം. അത് ഉപ്പ്, നമ്മൾ പച്ചവെള്ളത്തിൽ ഉപ്പ് കലക്കിയാൽ അത് മുഴുവനുമായിട്ട് ലീനമായി തീർന്നാലും ഒരു തരി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് പച്ചവെള്ളത്തിൽ തിരോഭവിച്ച് പോയാലും വീണ്ടും അതിനെ നമ്മൾ വറ്റിക്കാൻ തുടങ്ങിയാൽ, ചൂട് കൊടുത്ത് വറ്റിക്കാൻ തുടങ്ങിയാൽ വീണ്ടും ഉപ്പ് പ്രത്യക്ഷപ്പെടും. അവസാനം ഒരു മജീഷ്യൻ്റെ ഒരു പാത്രത്തിൽ എന്നതുപോലെ പരൽ രൂപത്തിൽ റീക്രിസ്റ്റലൈസേഷൻ എന്നാണ് ആ പ്രക്രിയയുടെ, അതായത് പൊടി പൊടിയായിട്ട് അലിഞ്ഞു പരക്കുന്ന ഉപ്പ് നമ്മൾ ചൂടാക്കി വറ്റിച്ചാൽ വീണ്ടും പരൽ രൂപത്തിൽ
ക്രിസ്റ്റൽ രൂപത്തിൽ അതിനകത്ത് പ്രത്യക്ഷപ്പെടുമത്രേ. അപ്പോൾ അദ്ദേഹം അത്ഭുതകരമായിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടേതായ ഒരു ഉപ്പ് ഗാന്ധിജിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അത് ഗാന്ധിയിൽ ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ, ഒരു പരൽ രൂപത്തിൽ ആവിർഭവിക്കുകയായിരുന്നു, ഒരു മനുഷ്യ ശരീരമായിട്ട് ആവിർഭവിക്കുകയായിരുന്നു. ഗാന്ധിജിയെ കൊന്നു കളഞ്ഞു നമ്മൾ, ഗാന്ധിജിയെ കൊന്ന് അലിയിച്ച് പരത്തിയെന്ന് നമ്മൾ കരുതി. പക്ഷേ ഇന്ത്യയെ വറ്റിച്ചാൽ, ഇനിയും ഇന്ത്യയുടെ ആത്മാവിനെ വറ്റിച്ചാൽ, അതിൽ മഹാത്മാവിൻ്റെ പ്രാണൻ റീക്രിസ്റ്റലൈസേഷനിലൂടെ വീണ്ടും ഉരുവം കൊള്ളുമെന്നാണ് സുഭാഷ് ചന്ദ്രൻ ഈ കഥയിൽ പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കെമിസ്ട്രി അധ്യാപകൻ VC ആയി തീർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രി ജ്ഞാനം വെച്ച് പറഞ്ഞതാണ്. അതിനെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അത് കാരണം അത് അങ്ങനെ ഒരു ദർശനം എനിക്ക് ആ സന്ദർഭത്തിൽ വരെ ഉണ്ടായിരുന്നില്ല. ഉപ്പിനെ ഇങ്ങനെ മഹാത്മാഗാന്ധിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും, ശാസ്ത്രീയമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഗാന്ധി എന്തുകൊണ്ടാണ് ഉപ്പിനെ ഒരു സമരായുധമാക്കി എടുത്തത് എന്നുള്ള അന്വേഷണത്തിലാണ് ഞാൻ സത്യത്തിൽ ആ കഥ എഴുതിയത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ്, 11 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ ഒരു പുതിയ രാഷ്ട്രീയ ധാരയിലേക്ക് ചായ്വ് പൂർണ്ണമായും പ്രകടിപ്പിക്കുകയും വളരെ പണ്ട് എഴുതപ്പെട്ട ഫിക്ഷനായിട്ടുള്ള ഒരു കൃതി, ഒരു മഹാകവി, ഋഷിതുല്യനായിട്ടൊരു മഹാകവി എഴുതിയിട്ടുള്ള ഒരു സർഗാത്മകമായിട്ടുള്ള ലോകത്തെ അതിശയിപ്പിച്ച ഒരു സാഹിത്യകൃതിയിലെ നായകനെ പ്രതി ഒരു രാജ്യത്തിൻ്റെ ഭരണം തന്നെ മാറിപ്പോയ അത്യത്ഭുതകരമായിട്ടുള്ള, ഇത് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ, ഏത് രാജ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കാമായിരുന്ന, ഈ ഭൂഗോളത്തിന് പുറത്തേതെങ്കിലും ഗ്രഹത്തിൽ ജീവനോ മനുഷ്യരോട് സദൃശമായിട്ടുള്ള ജീവിവർഗമോ ഉണ്ടെങ്കിൽ അവർക്ക് പോലും അത്ഭുതം തോന്നിപ്പിക്കാവുന്ന ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞ ഒരു പ്രത്യയശാസ്ത്രം അതിൻ്റെ ഏറ്റവും സംഹാരാത്മകമായ രീതിയിൽ പുനരാവിർഭവിച്ച് അതിൻ്റെ പരിസ്ഫൂർത്തിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അക്കാലം മുതലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ എഴുതും? ജയിലിൽ പോവാതെ, കേസിൽ പെടാതെ എങ്ങനെ ഇത് എഴുതും ഒരു എഴുത്തുകാരൻ? ഓരോ എഴുത്തുകാരുടെ നേരെയും വളരെ സൂക്ഷ്മതയോടെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയും അവരെ ക്രൂശിക്കാൻ പാകത്തിന് ഒരു വിധ്വംസകമായിട്ടുള്ള ഒരു ജന്തു കണക്ക് അധികാരം രൂപം പൂണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമകാലത്തിൽ അതെങ്ങനെ പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെ കുഴക്കിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്ന ഒരു സമരായുധത്തിലേക്ക് മഹാത്മാഗാന്ധി എത്തിയത് അന്ന് ബ്രിട്ടീഷുകാർ ഉപ്പിന് അധികമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാവുകയില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം മഹാത്മാഗാന്ധി ഒരു പൊളിറ്റീഷ്യൻ എന്നതിലുപരി ഒരു ഋഷിയായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ രാഷ്ട്രീയ ഓഫീസിന്, തൻ്റെ പാർട്ടി ഓഫീസിന് ആശ്രമം എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ സാബർമതി അല്ലെങ്കിൽ എത്രയോ അദ്ദേഹം വസിക്കുന്ന ഇടങ്ങൾക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രതാപിയായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വസിക്കുന്ന ഇടങ്ങൾക്ക് ആശ്രമം എന്ന് പേരിട്ട ഒരാളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം ഉപ്പിനെ സമരായുധമാക്കുന്നത് ഋഷികൾക്കോ കവികൾക്കോ മാത്രം സാധിക്കുന്ന അഗാധമായിട്ടുള്ള ഒരു അവബോധത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയത് അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ക്ഷേത്രത്തിൽ പോയിരുന്ന ഒരു കാലത്ത് അമ്മയോടൊപ്പം പോയപ്പോൾ അവിടെ ഭാഗവത സപ്താഹം നടത്തുന്ന ഒരു വൃദ്ധ പണ്ഡിതൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത് എല്ലാ ജീവജാലങ്ങളും ഇതര ജീവജാലങ്ങളിൽ നിന്നാണ് ഭക്ഷണം ശേഖരിക്കുന്നത്, അല്ലെങ്കിൽ ഇതര ജീവനുകളെയാണ് എല്ലാ ജീവജാലങ്ങളും ഭക്ഷിക്കുന്നതെന്നായിരുന്നു. അദ്ദേഹം അതിന് വിശദീകരണം നൽകി. ഒരു അമ്പലത്തിൻ്റെ പരിസരത്തിൽ വെച്ചാണെന്ന് ഓർക്കണം. അദ്ദേഹം വിശദീകരണം നൽകി. നമ്മൾ സസ്യാഹാരിയാണെന്ന് പറയുമ്പോഴും സസ്യം ഒരു ജീവനാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഒരു ജീവനെ തന്നെയാണ് എന്ന് മനസ്സിലാവും. നമ്മൾ ചുക്ക്, മല്ലി, മുളക്, കാപ്പി എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് എടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും അതൊരു ജീവനിൽ നിന്ന് ഉരുവായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും കഴിക്കുന്നത് ഇതര ജീവനുകളെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതര ജീവനുകളിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള വസ്തുക്കളെയാണ് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞു തന്നത്. അത് പിന്നീട് അടുത്ത കാലത്ത് ഞാൻ ഈ കഥ എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് അതിനെപ്പറ്റി ഒരു സംസ്കൃതത്തിൽ അറിയാവുന്ന ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിൻ്റെ ഭാഗമാണ് ജീവോ ജീവസ്യ ജീവനം എന്നാണ് ആ വാചകം. ജീവോ ജീവസ്യ ജീവനം. ജീവനുകളെല്ലാം
ഇതര ജീവനുകളിൽ നിന്ന് ജീവിതം സാധിക്കുന്നു എന്നാണ് അതിൻ്റെ വാചനം. ഇപ്പം ഞാൻ ലംഘനത്തിന് പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നതിൻ്റെ എതിർപദം ഒരു രാഷ്ട്രീയ സമരായുധമാക്കി മാറ്റിയ ഒരു മനുഷ്യൻ ഈ ഉപ്പ് കുറുക്കിയെടുത്തപ്പോൾ അതിലൂടെ എന്തോ നിയമത്തെ ലംഘിച്ചിട്ടുണ്ട്. നമുക്കാർക്കും മനസ്സിലാവാത്ത, അന്നത്തെ കോൺഗ്രസ്സുകാർക്കോ ഇന്നത്തെ കോൺഗ്രസ്സുകാർക്കോ പ്രത്യേകിച്ചും ഒട്ടും മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത എന്തോ ഒരു നിയമലംഘനം കൂടി അദ്ദേഹം അതിലൂടെ, ഡിസൊബീഡിയൻസിൻ്റെ ഒരു മൂർത്ത ഭാവം അദ്ദേഹം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അതിൽ ഗാന്ധിജി നടത്തിയ നിയമലംഘനം അല്ലെങ്കിൽ ശാസ്ത്രലംഘനം അല്ലെങ്കിൽ പ്രമാണലംഘനം എന്ന് പറയുന്നത്, ജീവനുകളെല്ലാം ഇതര ജീവനുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ മനുഷ്യൻ മാത്രം അങ്ങനെയല്ലാത്ത എന്തോ ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതിലേക്ക് അദ്ദേഹം ഋഷിത്വം നിറഞ്ഞ, കവിത്വം എന്ന് പറയാൻ പറ്റില്ല, കവികൾക്ക് എത്തിച്ചേരാവുന്ന സത്യത്തിൻ്റെ മേഖലയ്ക്ക് ഒരു പരിമിതിയുണ്ട്. അത് എഴുത്തുകാരായ എല്ലാവർക്കും അറിയാം. പക്ഷേ ഋഷികൾക്ക് ആ മേഖലയ്ക്ക് കടക്കാൻ പറ്റും. അങ്ങനെ ഋഷിയായി കഴിഞ്ഞാൽ കവിയായിരിക്കാൻ സാധ്യമല്ല. ഋഷിത്വത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സാധാരണ ലോകത്തിൽ നടക്കുന്ന കവിതകളുടെയും സർഗാത്മകതയുടെ ആ ലെവലിൽ നമുക്ക് വ്യാപരിക്കുക സാധ്യമല്ല. കാരണം ഇതെല്ലാം വെറും ലീലകൾ മാത്രമാണെന്നൊരു തോന്നൽ ഋഷികൾക്കുണ്ടാവും. അപ്പോൾ ഗാന്ധി തൻ്റെ ഋഷിത്വത്തിൽ നിന്ന് കണ്ടെത്തിയ ആ സത്യം ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനെന്ന് പറയുന്ന ഈ ജന്തു മാത്രം ജീവനുകളിൽ നിന്നല്ലാതെ ഉരുവാകുന്ന മറ്റേതെങ്കിലും ജീവനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒന്നിനെ ആഹരിക്കുന്നുണ്ട്. അത് ഉപ്പ് മാത്രമാണ്. ജീവോ ജീവസ്യ ജീവനം എന്നുള്ള പ്രമാണത്തിൻ്റെ നിയമത്തിൻ്റെ ലംഘനം കൂടിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ അങ്ങനെ മഹാത്മാഗാന്ധി നടത്തിയത് എന്നുള്ള ദർശനം, ഒരു തോന്നൽ വെളിപ്പെട്ട് കിട്ടിയ സന്ദർഭമാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്ന കഥയുടെ ബീജാഭാവം എന്ന് പറയുന്നത്. അത് പക്ഷേ എഴുതി ഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം വേണ്ടി വന്നു. ഏത് സന്ദർഭത്തിൽ എടുത്താലും നമുക്ക് കഥയുണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറുകഥ എഴുതുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സത്യത്തിൽ അക്ഷരാഭ്യാസമുള്ള ഒരാൾക്ക് വ്യാകരണത്തെറ്റോ അക്ഷരത്തെറ്റോ ഇല്ലാതെ വാചകങ്ങൾ ഘടിപ്പിക്കുവാൻ അറിയാവുന്ന ഒരാൾക്ക് സംഭാഷണങ്ങൾ എഴുതി പിടിപ്പിക്കുക, ഇൻവെർട്ടർ കോമുകളുടെ നടുക്ക് സംഭാഷണങ്ങൾ എഴുതി പിടിപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് നമ്മുടെ ഈ വൈകുന്നേരത്തെ ഇതുപോലും ഒരു കഥയാക്കി മാറ്റാൻ എളുപ്പമാണ്. അവതാരക ചർച്ച എന്ന് വിളിച്ച് തെറ്റിപ്പോയ ഒന്നിൽ സുഭാഷ് ചന്ദ്രൻ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയൊരു കഥയായി. വെയിൽ വീഴുന്നുണ്ടായിരുന്നു, പലരുടെ മുഖത്ത് വെയിൽ വീഴുന്നതിനുള്ള അസ്വസ്ഥ അവരുടെ മുഖങ്ങളിൽ തെളിഞ്ഞ് കാണാമായിരുന്നു. അയാൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരുന്നു ഉപ്പിനെക്കുറിച്ച് ഘോരം പ്രസംഗിക്കാൻ തുടങ്ങി. ഈ വിഡ്ഢി ഇതെന്താണ് പറയുന്നത്, പിന്നിലിരുന്ന് ആരോ മനസ്സിലോർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം, ഒരു കഥയാക്കിയിട്ട് അവസാനിപ്പിക്കാം. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ഇതുവരെയും എഴുതപ്പെട്ട കഥകളിൽ സാധിച്ചിട്ടില്ലാത്ത, ഇനി ഭാവിയിലും ആർക്കും സാധിക്കുവാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഓരോ വരിയും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഓരോ വരിയും എഴുതിയിട്ടുള്ളത്. ഓരോ കഥയുമല്ല, ഓരോ വരിയും എഴുതിയിട്ടുള്ളത്. എനിക്ക് മാത്രം സാധിക്കുന്നു എന്ന് ഭയങ്കരമായൊരു ഊറ്റത്തിൽ, ഉപ്പിനെ പോലെ സത്യസന്ധമായിട്ടുള്ള ഒരു വെളിച്ചത്തിൽ ആണ് ഓരോ വരിയും എഴുതിയിട്ടുള്ളത്. അങ്ങനെ അതിനെങ്ങനെ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള യാതന നിറഞ്ഞിട്ടുള്ള ഭവഭൂതി സീതയെപ്പറ്റി ഇരട്ട ഗർഭം വഹിച്ച് നടക്കുമ്പോൾ പറഞ്ഞത് കഠോരഗർഭ എന്നാണ്. കഠോരഗർഭയാണ് അത്. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പെണ്ണിനെ പറ്റി പറയുമ്പോഴും ഇരട്ട ഗർഭങ്ങളെ പേറി നടക്കുന്ന ഒരു സ്ത്രീയെ പറ്റി പറയുമ്പോഴും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു കഠോരഗർഭം ഉള്ളിൽ പേറിക്കൊണ്ട് കുറേ കാലം ഞാൻ നടന്നിരുന്നു. അങ്ങനെയാണ് ദണ്ഡിയിൽ നിന്ന് 1930 മാർച്ച് ചെയ്ത് 24-25 ദിവസം കൊണ്ട്, സബർമതിയിൽ നിന്ന് മാർച്ച് ചെയ്ത് 25 ദിവസം കൊണ്ട് ദണ്ഡി കടൽപ്പുറത്ത് അവസാനിച്ച ഉപ്പ് സത്യാഗ്രഹത്തെപ്പറ്റി ഒരു കഥ ആയി. ഞാൻ ആഗ്രഹിച്ച ഗാന്ധിയുടെ മഹത്വം വീണ്ടും വറ്റിച്ചാൽ നമ്മുടെ മണ്ണിൽ നിന്ന് മനസ്സിൽ നിന്ന് ഉരുവായി തിരിച്ച് റീക്രിസ്റ്റലൈസേഷൻ പ്രക്രിയയിലൂടെ ഉരുവായിത്തീരുന്ന മഹാത്മാഗാന്ധിയെ പറ്റിയൊരു കഥ തന്നെ എഴുതണമെന്ന് ആഗ്രഹിച്ചത്. എന്നാൽ അത് ഏതാണ്ട് പൂർത്തിയായി എന്ന് തോന്നുകയും അതിനൊരു തലക്കെട്ട് കൊടുത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അതിൻ്റെ തലക്കെട്ട് അങ്ങനെ ഒരു തലക്കെട്ടായിരുന്നു. ആദ്യം ഞാനിട്ട തലക്കെട്ട് അങ്ങനെയായിരുന്നു. അത് ഒക്ടോബർ 2 വരുമ്പോഴും മഹാത്മാവിനെ വെടിവെച്ച് കൊന്ന ദിവസം വരുമ്പോഴും എൻ്റെ സഹപ്രവർത്തകനോട്
ചോദിക്കും സുഭാഷ് ഏട്ടാ അപ്പോൾ ഈ അലക്കാലേ അത് കവറടിച്ചിട്ട്, കാരണം അതിൻ്റെ പേര് അമോദി എന്നായിരുന്നു ആ കഥയുടെ പേരാദ്യം. ചർച്ചയാവും, എല്ലാവരും ഏറ്റുപിടിക്കും, കോപ്പികൾ ഒരുപാട് ചിലവാകും, അനുകൂലമായും പ്രതികൂലമായിട്ടും ധാരാളം അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും വരും. തൽക്കാലത്തേക്കൊരു വിൽപ്പനയൊക്കെ ഉണ്ടാകും. നമുക്ക് അലക്കിക്കൂടെ എന്ന് ചോദിച്ചു. പുതിയ കാലത്തിൻ്റെ ഭാഷയാണ്. എന്നാൽ ആ അലക്കലിന് മുമ്പ്, എത്രയോ മുമ്പ് അലക്കി വെളുപ്പിക്കലിൻ്റേതായിട്ടുള്ള മറ്റൊരു കാലത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ ഒരു കാലത്തിനെ പിൻപറ്റിയ ഒരു പഴയ മറ്റുള്ള ഒരു ആത്മാവ് എന്നുള്ള നിലയ്ക്ക് എനിക്കതങ്ങനെ പെട്ടെന്ന് അലക്കാൻ ആഗ്രഹം തോന്നിയില്ല. അതിൻ്റെ പേരൊന്ന് മാറ്റണം. കാരണം അല്ലെങ്കിൽ അത് ആ മട്ടിൽ മാത്രം വായിച്ചാൽ അത് ചെറുതായി പോകും. ആ കഥയുടെ വിവക്ഷകൾ മുഴുവനും ഒരൊറ്റ പോയിന്റിലേക്ക് ചെറുതായി പോവുകയും നമ്മൾ ആരെ പറ്റിയാണ് ഇത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെതിരെയാണ് എഴുതിയിരിക്കുന്നതെന്ന് പ്രാഥമികമായി തോന്നുന്ന ആ പുരുഷൻ, ആ വ്യക്തി ഭൂമിയിൽ ഇല്ലാതായാലും നിലനിൽക്കേണ്ടുന്ന ഒരു കഥ അതിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയെന്നുള്ള ദുരാഗ്രഹത്തിൽ നിന്നാണ് ഞാനത് പേര് മാറ്റാനായിട്ട് കാത്തിരുന്നത്. അങ്ങനെ അതിന് പേര് മാറ്റാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഒരു പേരും മാറ്റാൻ സാധിക്കുന്നില്ല. അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരാളുടെ പേര് മാറ്റി വേറൊരു പേരിടാൻ സാധിക്കാത്തതുപോലെ നമുക്ക് ചിരപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേര്, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് നാളെ ദാമോദരൻ എന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുപോലെ പേര് മോശമായിട്ടല്ല, പക്ഷേ ഒന്നിൽ ഉറച്ചുപോയ ഒരു പേരിനെ നമുക്ക് മാറ്റുക സാധ്യമല്ല. മമ്മൂട്ടിയുടെ പേര് സജിൻ എന്നാക്കുന്നത് പോലെ ഉള്ള പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആശ്രമത്തിൽ, സബർമതി ആശ്രമത്തിൽ ഒരു ദിവസം പോയി ഒരു ഫുൾ ഡേ അവിടെ ഇരുന്നത്. മഹാത്മാഗാന്ധി നടന്ന് ഓരോ മൺതിരിക്കും പുളകമുണ്ടാക്കിയ അവിടുത്തെ അതിൻ്റെ ക്യൂറേറ്റർ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ 1930 വരെയും ലോകത്തിലെ അന്നത്തെ എല്ലാ ലോക നേതാക്കന്മാരും വന്ന് ചെറിയ മേശയൊക്കെയാണ്. ഗാന്ധിയുടെ മേശകൾക്കൊക്കെ ഉയരം കുറവാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഏറ്റവും മിനിമലൈസ് ചെയ്ത ആളാണ്. മിനിമലിസത്തിൻ്റെ പ്രവാചകൻ കൂടിയായിരുന്നു മഹാത്മാഗാന്ധി. വസ്ത്രത്തിൽ മാത്രമല്ല, അത് വീടിന് ആശ്രമം എന്ന് പേരിടൽ മാത്രമല്ല, താനിരിക്കുന്ന കസേര എല്ലാം ഭൂമിയിലേക്ക് ഏറ്റവും ആഴത്തിൽ താഴ്ന്നിരിക്കുന്ന ഒന്നായിരിക്കണമെന്ന ഒരു പ്രവാചകനെ പോലെ അദ്ദേഹം വിചാരിച്ചിരുന്നു. പശുവിൻ്റെ പാല് എല്ലാവരും ഉപയോഗിക്കുമ്പോൾ പശുവിനേക്കാൾ കുറച്ച് ഉയരം കുറഞ്ഞ ചെറിയ ആടിൻ്റെ പാല് മതി എന്ന് അദ്ദേഹം ശഠിച്ചിരുന്നത് താൻ അറിയാതെയാണ്. അത് സിദ്ധാന്തമായിട്ട് വിചാരിച്ചിട്ടില്ല. അങ്ങനെ അവിടെ പോയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നത്തെ ഇന്ത്യയിലെല്ലാ മഹാന്മാരും, ടാഗോർ, ഇന്നത്തെ മഹാന്മാരെ പോലെയല്ല, അന്നത്തെ മഹാന്മാർ എന്ന് വെച്ചാൽ ഒന്നൊന്നര മഹാന്മാരായിരുന്നു, നിങ്ങൾക്കറിയാം. ടാഗോർ, ജവഹർലാൽ നെഹ്റു, അങ്ങനെ തുടങ്ങിയ അതിഗംഭീരന്മാരായ ആളുകൾ വന്ന് മുട്ടുകൂത്തി ചമ്മറം പടിഞ്ഞ് ഇരുന്നിരുന്ന ആ മണ്ണിൽ സ്പർശിച്ചപ്പോൾ ഞാൻ കോരിത്തിരിച്ചു പോയി. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എന്തെങ്കിലും സബർമതി ആശ്രമത്തിൽ പോയാൽ അവിടെ സൈലൻസ് പ്ലീസ് എന്ന് എഴുതി വെച്ചിട്ടില്ല. അവിടെ കയറാൻ ഒരു 5 പൈസ പോലും നമുക്ക് പ്രവേശന ഫീസില്ല. ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാരക മന്ദിരമാണ്. ബാക്കി എല്ലാം വിൽക്കുകയാണ്. 200 രൂപ ഫ്രണ്ടിൽ എഴുതി വെച്ചാൽ ഉറപ്പായിട്ടും കയറും മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ. പക്ഷേ അവിടെ ഫീസില്ല. അതിൻ്റെ അകത്ത് കയറി ഞാനാണ് അദ്ദേഹത്തെ കൊന്നത് എന്നുള്ള കുറ്റബോധത്തോടെയാണ് എല്ലാവരും നടക്കുന്നത്. താനാണ് കൊന്നതെന്നുള്ള കുറ്റബോധത്താണ് ഓരോ മനുഷ്യനും സൈലൻ്റായി തലകുനിച്ച്, കുഞ്ഞുങ്ങൾ പോലും നടക്കുന്നത്. അവിടെ നിന്നപ്പോഴാണ് ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയത്. മഹാത്മാഗാന്ധി ദണ്ഡി യാത്രയിൽ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് അദ്ദേഹം രാവിലെ ഒരു പുലരിക്കുളി പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ദണ്ഡിയിൽ ഉപ്പ് കുറക്കുന്നതിന് മുമ്പ് അദ്ദേഹം കടലിൽ കുളിക്കാൻ പോയിട്ടുണ്ടാകും. അങ്ങനെ റെഫറൻസ് നോക്കിയപ്പോൾ അദ്ദേഹം കുളിച്ചിട്ടുണ്ട്. രാവിലെ കടലിൽ കുളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഉപ്പ് കോർക്കാൻ പോയതെന്നൊരു ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്നു. അങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ 60 വയസ്സുകാരനായ ഗാന്ധിയെ കടലിൽ കുളിക്കാൻ വിടുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ 1, 2, 3 പേരെ അദ്ദേഹം കൂടെ വിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ സംഘാടകർ കൂടെ വിട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അത് 16, 18, 19 വയസ്സുള്ള 3 യുവാക്കളായിരിക്കും ആ പദയാത്രയിൽ പങ്കെടുത്ത യുവാക്കളായിരിക്കുമെന്ന് സങ്കല്പിക്കുന്നു. അതൊരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരു ദളിതനുമായിരിക്കുമെന്ന് സങ്കല്പിക്കുന്നു. ആഴക്കടലിലേക്ക് പോകാതെ തനിക്ക് ശരീരം മുഴുവൻ, തൻ്റെ മെല്ലിച്ചുണങ്ങിയ ദേഹം മുഴുവൻ മുക്കുവാൻ പറ്റിയ ഒരു ഇടമെത്തുമ്പോൾ, അദ്ദേഹം മുങ്ങി നിവരുമ്പോൾ ഉപ്പ് ഈ ക്രിസ്റ്റൽ മുഴുവനും അലിഞ്ഞു പോയ ഈ കടൽ ജലത്തിൽ മഹാത്മാഗാന്ധിയെ മാമോദിസ തൊട്ടികൾക്ക് മതിയാവുകയില്ല എന്നുള്ളതുകൊണ്ട് കടലിനെ തന്നെ മാമോദിസ തൊട്ടിയാക്കുന്ന ചരിത്ര സന്ദർഭത്തിൽ വെച്ച് അദ്ദേഹം മുങ്ങി നിവരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു തുണ്ട് വെളിച്ചം അദ്ദേഹം ഈ 3 കുഞ്ഞുങ്ങൾക്കായിട്ട്, നമ്മൾ ചരിത്രത്തിലെ പണ്ഡിതന്മാർ കേൾക്കാത്ത, പദയാത്രയിലെ മറ്റംഗങ്ങൾ കേൾക്കാത്ത,
അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം അന്നോ അതിനുശേഷമോ കേൾക്കാത്ത ഒരു തത്വം അദ്ദേഹം പറഞ്ഞ് ജ്ഞാനത്തിൻ്റെ ഒരു വെളിച്ചം പൊൻകിരണം അദ്ദേഹം ഈ 3 കുഞ്ഞുങ്ങൾക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സങ്കല്പിച്ചാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ട്, എനിക്കിത് വിസ്മയകരമായിട്ട്, എൻ്റെ സർഗശേഷിയിൽ എനിക്ക് ആ ഒരു കുറച്ചെങ്കിലും ഒരു ആത്മവിശ്വാസം തോന്നിയ ഒരു നിമിഷം. അദ്ദേഹം അതാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഈ മറ്റ് ഇതര പ്രാണികളെ അപേക്ഷിച്ച് ഉപ്പാണ് മനുഷ്യൻ കഴിക്കുന്ന ഒരേ ഒരു അജൈവമായിട്ടുള്ള പദാർത്ഥം. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മനുഷ്യത്വത്തിൻ്റെ അനുപേക്ഷണീയത നമ്മൾ രാഷ്ട്രീയ ചരിത്രത്തിൽ കലർത്തുകയാണ് എന്ന് പറയുന്ന സത്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് ക്രിസ്തുവിനെ സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം ചെയ്യിക്കുമ്പോൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വെളിച്ചം ഒരു പ്രാവിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ശിരസിൽ വന്നിരിക്കുന്നതായിട്ട് ബൈബിളിലൊരു കഥാസന്ദർഭമുണ്ട്. അതുപോലെ സൂര്യൻ്റെ സാക്ഷാൽ സവിതാവിൻ്റെ വെളിച്ചം മഹാത്മാവ് മുങ്ങിയെടുത്ത് വെൺപ്രാവിൻ്റെ ചിറക് ഇളക്കം പോലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് അതിനകത്ത് എഴുതിയത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറയാം. അറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ പറയാം. ഈ ഒരു കഥയുടെ ബീജം ഒരു 10 വർഷത്തോളം കൊണ്ടു കിടന്നെന്ന് പറഞ്ഞല്ലോ. ജർമ്മൻ ഫിലിം സംവിധായകനായിട്ടുള്ള ഫാസ്ബിന്ദർ ഒരേ സമയം 20 തിരക്കഥകൾ മനസ്സിലിങ്ങനെ ഓട്ടിക്കും. അതുപോലുള്ള ഇപ്പോൾ ഈ 10 വർഷത്തിനിടയ്ക്ക് വേറെ കഥകൾ താങ്കളുടെ മനസ്സിൻ്റെ റീലിൽ ഓടിയിട്ടുണ്ട്? എല്ലാ ദിവസവും ഒരു കഥ വീതം. ഇപ്പോൾ ഈ ജ്ഞാനസ്നാനം എന്ന പുസ്തകം ഇറങ്ങിയ അന്ന് തൊട്ട് എൻ്റെ ചിന്ത ഞാൻ എന്ന് ജ്ഞാനസ്നാനം ചെയ്യുമെന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് ഇതിനെ ഒരു ഡിജിറ്റൽ രൂപത്തിലേക്ക് എന്നെപ്പോലെയുള്ള മനുഷ്യന്മാർക്ക് വായിക്കാൻ വേണ്ടി, ഇവിടെ എൽക്കെ പോലെയുള്ള എഴുത്തുകാരുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഡിജിറ്റൽ രൂപത്തിലേക്ക് ഭൂരിപക്ഷം മാതൃഭൂമിയുടെ ആശുപത്രി ഉൾപ്പെടെ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കാൻ സാധിച്ചാൽ കുറച്ചുകൂടി അതിലേക്ക് എത്തിക്കാൻ എന്നെപ്പോലെയുള്ള മനുഷ്യന്മാർക്ക് എത്താൻ കുറച്ചുകൂടി സഹായകരമാകില്ലേ? അതിനുവേണ്ടി എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ സാധിച്ചാൽ നന്നായിരുന്നു. കൃഷ്ണകുമാറിൻ്റെ ചോദ്യം കുറച്ച് ജ്ഞാനസ്നാനത്തിന് പുറത്തുള്ള ചോദ്യമാണ്, പത്രാധിപരോടുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട്. അത് ഇവിടെ ഞാനിരിക്കുന്നത് എൻ്റെ ഈ അരമണിക്കൂർ എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് കിട്ടിയ എനിക്ക് അരമണിക്കൂറാണ് കൃഷ്ണകുമാറെ. ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടുന്ന ആളുകളാണ്, അതിൻ്റെ ഉത്തരം ഞാൻ കൃഷ്ണകുമാർ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഏതായാലും പരിഗണിക്കാം. ഇപ്പം താങ്കളൊരു നോവൽ എഴുതാൻ പോവുകയാണെന്ന് വെച്ചോളൂ. അപ്പം ഒന്നിൽ കൂടുതൽ കഥകൾ എന്തായാലും മനസ്സിൽ കാണുമല്ലോ. അപ്പം അടുത്ത കഥ എഴുതുന്നതിൽ എന്തായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്? ഇതിനായിരിക്കും ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ഒരു ശൂന്യത വന്ന് നിറയും മനസ്സിൽ. അത് ഞാൻ എല്ലായ്പ്പോഴും വിചാരിക്കുന്നതും പറയുന്നതും പോലെ അതിനോട് സാമ്യപ്പെടുത്താവുന്ന എന്തെങ്കിലും ഭൂമിയിൽ വേറെ രണ്ടാമതുണ്ടെങ്കിൽ അത് പ്രസവം മാത്രമാണ്. പ്രസവം കഴിഞ്ഞാൽ പ്രസവരക്ഷ ചെയ്യേണ്ടതുപോലെ നമ്മളൊരു കഥ അല്ലെങ്കിൽ ഒരു നോവലോ മറ്റോ ഒരു സർഗ്ഗസൃഷ്ടി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ഒന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോകും മനുഷ്യൻ, വീണ്ടും വീണ്ടും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. അത് എല്ലാ എഴുത്തുകാർക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പൊതു തത്വമല്ല, എൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും വേണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. കാരണം ഈ ഭീകരതയൊന്നും ആരും അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് ഞാൻ മാത്രമായിട്ട് ആരെങ്കിലും ഇത് അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളെങ്കിൽ ദൈവമേ അത് ഞാനായിക്കൊള്ളാമെന്നാണ് എൻ്റെ പ്രാർത്ഥന. മറ്റുള്ളവരെ, ഈ പാവപ്പെട്ട എഴുത്തുകാരെ ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതേ, ആ വേദന ഞാൻ ഏറ്റെടുത്തോളാം, ഈ കുരിശ് എനിക്കുള്ളതാകുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് ഒരു വലിയ ദീർഘമായ കാലഘട്ടത്തിലൂടെയാണ് ഉരുവപ്പെടുന്ന ഓരോ കഥയും. ഒരു നിമിഷത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ഒരു ബീജം അതിനുണ്ടാവും. അപ്പോൾ നമുക്ക് സഹിക്കാൻ സാധിക്കും. ഒരു വിത്തിനെ, ഒരു ആലിൻ്റെ വിത്തിനെ ഒരു കാക്കയ്ക്ക് കൊത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് പോലെ ആ വിത്തിനെ നമ്മുടെ കൊക്കിൻ്റെ ഉള്ളിലും ഒതുങ്ങുന്ന, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ചെറുതായിരിക്കും അതിൻ്റെ ബീജം എന്ന് പറയുന്നത്, അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. പക്ഷേ സർഗാത്മകതയുടെ വിള ഭൂമിയിലേക്ക് അത് വീഴുന്ന നിമിഷം മുതൽക്ക് അതൊരു വലിയ മഹാ അശ്വത്ഥമായിട്ട്, ഇത് കണക്കുള്ളൊരു മഹാവൃക്ഷമായിട്ട് വളരാൻ തുടങ്ങും. അത് അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് ഇത് താങ്ങാൻ പറ്റാത്ത ഒന്നാണല്ലോ, ഇത് എന്നെ പിളർന്നുകൊണ്ട് അവസാനിക്കുമല്ലോ എന്നൊരു തോന്നൽ വരാൻ തുടങ്ങുന്നത്. ഏതുപോലെ 9 മാസം എത്തുമ്പോഴേക്കും തൻ്റെ വയറ് പൊട്ടിപ്പോയേക്കും എന്നൊരു അമ്മ ഭയക്കുന്നത് പോലെ, അല്ലെങ്കിൽ താൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും വയറിടിച്ച് വീണ് എൻ്റെ കുഞ്ഞിനെ പരിക്ക് പറ്റുമല്ലോ എന്ന് ഭയക്കുന്നത് പോലെ. അപ്പോൾ അതിനെ അതിവർത്തിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് അതിതീവ്രമായ വേദനയുടെ ശേഷം നമ്മൾ കുഞ്ഞിനെ നേരിൽ കാണുന്ന സന്ദർഭമാണ്. എല്ലാ അമ്മമാർക്കും തൻ്റെ കുഞ്ഞിനെ പെറുമ്പോൾ കാണുന്നത് പോലെ
ഇവൻ കോങ്കണ്ണനായി പോയത് എന്ന് പേടിക്കും. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ തിരുത്തുണി പോലെ കുഴഞ്ഞു കിടക്കുന്ന ശരീരം, കണ്ണുകൾ ഒന്നിലും ഉറയ്ക്കാത്ത വിരൂപമായിട്ടുള്ളത്. അമ്മമാരുടെ ആദ്യത്തെ പേടി അതായിരിക്കും. കാരണം ഇത് ഇത്രയും പുന്നാരിച്ച് പുറത്തേക്ക് വന്ന് ഇതാണോ എന്ന് തോന്നും. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ പെറ്റപ്പോൾ ഞാൻ പേടിച്ചു പോയി, എന്തോ ഒരു ഭീകരമായ രൂപം എന്ന് പറഞ്ഞു. അതുപോലൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ നമ്മളതിനെ കുളിപ്പിച്ച് കണ്ണെഴുതി സോപ്പൊക്കെ ഇട്ട് തോർപ്പിച്ച് നമ്മുടേതായൊരു കൊച്ചായിട്ട് പുന്നാരമോനായിട്ടോ പുന്നാരമോളായിട്ടോ വളർത്തും. ഇനി എത്ര ദൈവം അല്ലെങ്കിൽ പ്രകൃതി അനുവദിച്ച എന്തെങ്കിലും തരത്തിലുള്ള സവിശേഷ അംഗ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു അമ്മയ്ക്ക് അത് തൻ്റെ സ്വന്തം കുഞ്ഞ് ഓമന കുഞ്ഞായിരിക്കും. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്താനും ഏറ്റവും സ്നേഹത്തോടെ പരിപാലിക്കാനും നമ്മൾ തയ്യാറാകും. ആ സമയമാണ് എഡിറ്റിങ്ങിൻ്റെയൊക്കെ ഒരു സമയം. ഒരു കൃതിയുടെ എഡിറ്റിങ്ങിൻ്റെ സമയം അതാണ്. ഏറ്റവും അക്ഷരത്തെറ്റ്, വ്യാകരണത്തെറ്റ് എല്ലാം ഇല്ലാതെ ഒരു വാക്കിന് പകരം മറ്റൊരു വാക്കാണ് പ്രയോഗിക്കണമെങ്കിൽ കൂടുതൽ നന്നാവുകയില്ലേ എന്നുള്ള ആഗ്രഹത്തോടെ അതിനെ മിനുക്കുന്ന സന്ദർഭമാണ് അതിനകത്ത് ആ ഘട്ടം. അത് പക്ഷേ നമുക്കത്ര ബുദ്ധിമുട്ടില്ലാത്ത, നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന പണിയാണ് ആ സമയം. പക്ഷേ അതിൻ്റെ ആ ആദ്യ രൂപം ഉണ്ടാക്കിയെടുക്കൽ, പെറൽ എന്ന് പറയുന്ന സാധനം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ അല്ലാതെ രാവിലെ അലാറം വെച്ച് 3 മണിക്ക് എഴുന്നേറ്റ് ദിവസം ഓരോ നോവൽ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓരോ ചെറുകഥയൊക്കെ എഴുതി ഇങ്ങനെ സർഗാത്മകതയുടെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയം നിങ്ങളെ കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. എനിക്കതിനുള്ള കഴിവ് തീരെയില്ല. വളരെ കഷ്ടപ്പെട്ട് ആണ് ഞാനിത് ചെയ്യുന്നത്. വളരെ ക്ലേശിച്ചാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ തരുന്ന ഈ സ്നേഹമൊന്നും മതിയാവുകയില്ല. ഈ ഭൂമി മുഴുവൻ സ്നേഹിച്ചാൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു പരിഹാരമാവുകയുള്ളൂ.